ഹായ് അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീടൊക്കെ പൂട്ടി സാധനമൊക്കെ പാക്ക് ചെയ്ത് ഞാൻ രണ്ട് ദിവസത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നിൽക്കാൻ. നമ്മളെ വന്നേരം പോയി വന്നിട്ടുള്ളൂ, നോമ്പൊന്നും തുറക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും പോകാൻ വിചാരിച്ചു. ഇനിയിപ്പോൾ ഏതായാലും നോമ്പ് കഴിഞ്ഞ് തുടങ്ങിയല്ലോ. അപ്പോൾ ഏതായാലും 2 ദിവസത്തിന് കുട്ടികളെയും കൂട്ടി ഞാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ ആങ്ങളുടെ മോനാണ് കേട്ടോ, ഒരു മോൻ തന്നെ ഉള്ളൂ. കുട്ടികൾ ഏതായാലും കുട്ടീനെ കിട്ടിയ സന്തോഷത്തില്ല. എൻ്റെ മക്കൾ ചെറിയ കുട്ടികൾ നല്ല കളിപ്പിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. കിട്ടിയ സന്തോഷത്തിന് അവനെയും കൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് മൊബൈലും ടാബും കമ്പ്യൂട്ടറൊന്നും വേണ്ട. കുട്ടീനെ കിട്ടിയപ്പോൾ അതിനിട്ട് നടക്കണവർ. അവരെല്ലാം ഹാപ്പി കേട്ടോ, എല്ലാവരും കളിക്കുകയാണ്. വീട്ടിൽ ഉപ്പയും ഉമ്മയും ആങ്ങളുടെ വൈഫും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവനെ കളിപ്പിച്ചുകൊണ്ടും ഏതായാലും അവരെ നേരം എങ്ങനെയാണ് പോയി കിട്ടുന്നുണ്ട്. ഏതായാലും നോമ്പ് തുറക്ക് ഞങ്ങളിത് ബിരിയാണി ഉണ്ടാക്കുന്നത് വെച്ച്. അപ്പോൾ ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉള്ളിയൊന്നും വാട്ടിയെടുക്കണമെന്നില്ല, എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു ബിരിയാണി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ. അപ്പോൾ അങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞ കാരണം ഈ നോമ്പ് എല്ലാവർക്കും നല്ല ക്ഷീണം, നല്ല ചൂട്, നല്ല ക്ഷീണമാണല്ലോ. അപ്പോൾ ലാസ്റ്റ് കായോട് കൂടി ആകെ ടയർഡായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ബിരിയാണി ചെമ്പന്നെ റെഡിയാക്കി വെക്കുക. അതിലേക്ക് എല്ലാം അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും നമ്മൾ ബിരിയാണിക്ക് നോർമലായിട്ട് ഇടുന്ന സാധനങ്ങളെല്ലാം മല്ലിയില, പുതിനയില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അത് എല്ലാ സാധനങ്ങളും ഒരുമിച്ചുകൊണ്ട് കുഴച്ച് വെക്കുക. അതിനിടയിൽ നാത്തൂന്ന് കുട്ടിക്ക് പൊടി വരകുന്നുണ്ട്, രാഗിയാണ്, നല്ല മൺചട്ടി വരകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തതാണ്. അതിലേക്ക് പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ കൂട്ടുക്ക് എന്താ മസാലയ്ക്ക് തൈര്, പൊടികൾ എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ വലിയുള്ളി മാത്രം അതിൽ ഇടുമല്ലോ, ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ട് ഉപ്പും ചിക്കനും എല്ലാം അതിൽ ചേർത്ത് കൊടുക്കുക. ഗരം മസാല, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, നമ്മൾ തൈര്, നാരങ്ങനീര് എല്ലാം ഓക്കെ. തക്കാളിയൊന്നും ഒരുപാട് വേണ്ട ഇതിലേക്ക് മസാല കുറവായിക്കാറ് കേട്ടോ. നമ്മൾ സാധാരണ നോർമലായിട്ട് വെക്കുന്ന രീതിയിലെല്ലാം നമ്മൾ വാട്ടിയെടുക്കണില്ലല്ലോ. അപ്പോൾ മസാല ഒരുപാട് ഇട്ടാൽ പിന്നെ അതിങ്ങനെ തക്കാളി എണീറ്റ് കോയിൽ. അപ്പോൾ കുറച്ച് തക്കാളി, 3 തക്കാളിയൊക്കെ മതിയാവും 1 കിലോ ബിരിയാണി വെക്കണമെങ്കിൽ. അപ്പോൾ അതെല്ലാം കുഴച്ച് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യും ചേർത്തിട്ട് ഇവിടെ മൂടി വെച്ച് വേവിച്ചെടുക്കും. അതിലേക്കുള്ള ഉള്ളി ഇങ്ങനെ പൊരിച്ചിട്ടാണ് ഇടാറ്. അപ്പോൾ ഓയിലിൽ പൊരിച്ചിട്ട് സെപ്പറേറ്റ് ഒരു 2-3 ഉള്ളി എടുത്തിട്ട് വറുത്ത് കോരിയിട്ട് പിന്നെ ആ മസാല വേവില്ല, ആ വെന്ത മസാലയിലിട്ട് മിക്സ് ചെയ്തെടുക്കല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കട്ടെ, കാരണം ഇങ്ങനെ അടുപ്പത്ത് ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഉള്ളിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ആ ഉള്ളി ഇതാ ഇതിലേക്ക് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ്റെ കൂട്ടുണ്ടല്ലോ അതൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ ഉള്ളി ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചോറ് ഊറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഉമ്മ പറഞ്ഞ് ഗ്യാസ് മുന്നിൽ വെക്കണ്ട, പുറത്ത് അടുപ്പത്ത് ദമ്മിടാൻ സുഖം പറഞ്ഞിട്ട് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ദമ്മൊക്കെ ചോറ് ഊറ്റിയിടുക നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. അതിൽ ഇതാ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ അണ്ടിയും മുന്തിരിയും ഉള്ളിയും ഒക്കെ വറവിട്ടിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചെടുത്തിട്ടാണ് മൂടി വെക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണി എന്തായി റെഡിയായി, പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഓക്കെ, അങ്ങനെ നോമ്പ് തുറന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നോമ്പ് തുറന്ന് തറാവീഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്താണ് കരച്ച്. ഇപ്പോൾ എല്ലായിടത്തുണ്ടല്ലോ കുലുക്കി സർബത്തും എന്താ പറയുക പുക സോഡ, അങ്ങനെ ഉപ്പിലിട്ടൊക്കെ ഒരു നോമ്പ് തുറന്ന് കണ്ട് കഴിക്കണ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഏതായാലും അവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ പള്ളി തിരിഞ്ഞ് വരുന്ന ഒരു സ്ഥലത്ത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുക എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. ഇന്നിൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് വണ്ടി എടുക്കുന്നത്. ഏതായാലും ഞങ്ങളിവിടെ എത്തിയതാ. Excuse me, please. I am also here. നല്ല നീണ്ടിട്ടുള്ള ക്യാരറ്റ്. എന്തുള്ള ക്യാരറ്റ്? നീണ്ടിട്ട്. ആ എന്താണോ ഇതെന്താ?
അങ്ങനെ ഉപ്പിലിട്ടതും എന്താണ് കുറുക്ക സർബത്ത എന്തൊക്കെ മധുരമുള്ളതും എരിവുള്ളതും മോര് സോഡ എന്തൊക്കെ കുറേ പല ഐറ്റങ്ങളും വേറെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പല ഐറ്റങ്ങൾ എന്താണ് കിളി പോയത്, മായാവി, അങ്ങനെ എന്തൊക്കെയോ കുറേ പേരുകളൊക്കെ ഉണ്ട്. ഏതായാലും അതൊക്കെ എടുത്ത് എല്ലാവരും എല്ലാം ഓരോന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞാനൊരു മാങ്ങ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ തന്നെ പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയും ഇന്നത്തെ നോമ്പൊക്കെ ഉഷാറായിരുന്നു. കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.